സോ ഗായത്രി, അസിസ്റ്റന്റ് ഡയറക്ഷൻ ചെയ്ത പടമാണ് ഡ്രൈവിംഗ് ലൈസൻസ്. രാജുവേട്ടനായിരുന്നു മെയിൻ നടൻ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒരു കോമ്പിനേഷൻ എന്തെങ്കിലും കാണുമായിരിക്കുമല്ലോ. കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ ലൈക്ക് ഡയറക്ഷനിലല്ലേ അസിസ്റ്റ് ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ ബേസിക് പരിപാടി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ആർട്ടിസ്റ്റിന് സ്ക്രിപ്റ്റുകൾ കൊണ്ടു കൊടുക്കുക. അന്നന്ന് ദിവസം എന്തൊക്കെ സീൻസാണ് എടുക്കുന്നത് ആ സ്ക്രിപ്റ്റ് പാഡ് നമ്മൾ എത്തിക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കോസ്റ്റ്യൂമിൻ്റെ പരിപാടികളും കണ്ടിന്യൂറ്റി ചെക്കും അങ്ങനെയൊക്കെ കുറച്ച്. എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഒരു വാവ് ഫാക്ടറായിട്ട് തോന്നിയത് ശരിക്കും പറഞ്ഞാൽ രാജുവേട്ടൻ ഫ്രം കാരവൻ ടു സെറ്റ് ടു കാരവൻ വരെയുള്ള ഒരു മൊമെൻ്റാണ്. ഞാൻ ആ സമയത്ത് മാത്രം ഞാൻ ഡയറക്ഷൻ്റെ പരിപാടിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ഞാൻ ശരിക്കും മറന്നുപോകും. കാരണം എനിക്ക് ആ ഒരു ടൈമിൽ ഈ പറയുന്ന പോലെ ഒരു മേ ബി ഒരു ഫാൻ മൊമെൻറ്റ് സാധനമൊക്കെ എനിക്കിങ്ങനെ എവിടേക്കും ഇങ്ങനെ പോപ്പപ്പായി വന്നിട്ടുണ്ട്. എനിക്ക് പുള്ളിയുടെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളി ഈസ് ലൈക്ക് ഒരു ചെറിയൊരു ചിട്ടി റോബോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ലൈക്ക് പുള്ളിയുടെ കയ്യിൽ ഇപ്പോൾ സ്ക്രിപ്റ്റ് ഉണ്ട്, ഇപ്പോൾ ഇന്ന ദിവസം ഇന്ന സീനാണ് എന്ന് പറഞ്ഞ് പുള്ളിയുടെ നമ്മൾ കൊണ്ട് കൊടുത്താൽ അടുത്ത 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റിൽ നമുക്ക് തിരിച്ച പാഡ് നമ്മുടെ കയ്യിൽ കിട്ടും. ഞാൻ അഭിനയിച്ച സമയത്തൊക്കെ എൻ്റെ കൊണ്ടുവരുമ്പോൾ എനിക്ക് അത് ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് വരെ ഞാൻ ഇതും പിടിച്ചിരിക്കും, ഈശ്വര ലൈൻസ് മറന്നു പോകരുതേ എന്നും പറഞ്ഞു. പുള്ളി ഈസ് ലൈക്ക് ഇങ്ങനെ റീഡ് ചെയ്യും വിടും. പക്ഷേ പുള്ളിയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഓൺ ലൈൻസ് മാത്രമല്ല, അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റിൻ്റെ ലൈൻസും പുള്ളി ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് ഡയറക്റ്റ് കണ്ടിട്ടുണ്ട്. ഞാൻ കണ്ട് പുള്ളി ഇങ്ങനെ അത് തിരുത്തി കൊടുക്കുന്ന സമയത്ത് ഞാൻ ലിറ്ററൽ എൻ്റെ കയ്യിലിരിക്കുന്ന പാഡ് ഞാനിങ്ങനെ മറിച്ചു നോക്കി. കറക്റ്റ് കാര്യമാണ്. അപ്പം ഞാനിങ്ങനെ വാവ്, സത്യമായിട്ട് നമ്മൾ വാട്ട് എന്നുള്ള രീതിയിൽ ഞാൻ അന്തം വിട്ടൊക്കെ നിന്നിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ ആ ഒരു വന്ന് പോകുന്ന ആ ഒരു അത്രയുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ഇറ്റ്സ് ലൈക്ക് ഒരു ഭയങ്കര ഒരു റോയൽ സംഭവമാണ്. എനിക്കിങ്ങനെ പറഞ്ഞത് ഞാനിങ്ങനെ പറഞ്ഞു ഫാൻ ഗേൾ മൊമെന്റ് ആയിരുന്നു. അതെ, അതെനിക്കൊരു വലിയ ഫാൻ ഗേൾ മൊമെന്റ് തന്നെയായിരുന്നു പുള്ളി വന്നു പോകുന്നത്.